ബീഹാറിലെ തോൽവി കണക്കിലെടുക്കുമ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിൽക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ഈ സംശയം ബലപ്പെടുന്നതല്ലാതെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇനി രാജ്യത്തിനെ രക്ഷിക്കാൻ തെരഞ്ഞെടുപ്പുകൾ ബാലറ്റിൽ നടത്തണമെന്ന ആവശ്യം അതിശക്തമായി ഉയർന്നു കഴിഞ്ഞു. കർണാടകയിൽ സർക്കാർ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ മാസം ഒരു പ്രഖ്യാപനം നടത്തി. കർണാടക തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറുകളിൽ നടത്തണമെന്നും EVM റദ്ദാക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ ഹിതപരിശോധന കർണാടക സർക്കാർ നടത്തി. 1.5 കോടി ആളുകളാണ് ഈ സർവേയിൽ പങ്കെടുത്ത് തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതോടെയാണ് കർണാടകയിൽ ചരിത്രപ്രധാനമായ പ്രഖ്യാപനം നടന്നത്. ബീഹാറിലെ ജനവിധി കൂടി അട്ടിമറിക്കപ്പെട്ടു എന്ന സംശയം ദൂരവ്യാപകമായതോടെയാണ് കർണാടക EVMനെ റദ്ദാക്കുന്നത്. ബീഹാറിന് മുൻപ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ EVMൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി അടക്കം ആരോപിച്ചിരുന്നു. BJPക്ക് ജയിക്കാനാവശ്യമായ വോട്ടുകൾ EVMൽ സെറ്റ് ചെയ്തുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതോടെയാണ് രാജ്യം ബാലറ്റിലേക്ക് മാറണമെന്ന ആവശ്യം ശക്തമായത്. ഉടൻ നടക്കാനിരിക്കുന്ന ബംഗളൂരുവിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ബാലറ്റ് ഉപയോഗിച്ചാകുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു.